അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പുളിപ്പില്ലാത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ നല്ലത്. അത് നമ്മളൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ശർക്കര ലായനിയിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയിടുക. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും ചേർത്ത് കൊടുക്കുക. നമ്മുടെ നേന്ത്രപ്പഴം ഉടച്ചു വെച്ചതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴേക്കും നമുക്കത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.